നമസ്കാരം. എണീറ്റ് നിന്ന് ഏമ്പക്കം വിടാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ യൂത്ത് പാർട്ടികളിൽ പോലും ഉള്ളത്. അപ്പോ തല മുതിർന്ന പാർട്ടിയിലൊക്കെ എന്താകുമോ എന്തോ. കുഴിയിലോട്ട് എടുത്തോണ്ട് പോകുമ്പോ പോലും എനിക്ക് മുഖ്യമന്ത്രിയാകണേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. അധികാരമോഹം മൂത്തവർക്ക് കസേര നീക്കിയിട്ട് കൊടുക്കും, പക്ഷെ ഇരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആണി അടിച്ചു വെക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ആളുകൾക്ക് പാർട്ടി പ്രവർത്തകർ എന്ന ലേബൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പണിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒട്ട് ചെയ്യാനും വയ്യ. പാർട്ടി പ്രവർത്തനത്തിൽ മൂട്ടിലെ തഴമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുതിർന്നവരാണെങ്കിൽ വസന്തം വന്ന കോഴിയെ പോലെയാണ്, നിർജീവം. അത് AICC തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവരെ മാറ്റണം. അതിനാണിപ്പോൾ പുനഃസംഘടന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. AICC മാതൃകയിൽ KPCC പുനഃസംഘടന നടത്തണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. മുതിർന്ന നിർഗുണ പരബ്രഹ്മങ്ങളെ മാറ്റണമെന്ന് പരസ്പരം പറയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒഴിയാൻ പറ്റുകയുമില്ല. എന്നാൽ തന്നെത്താനൊട്ട് മാർക്കുമില്ല. ഭാരവാഹികളിൽ 50% യുവനിരയ്ക്കും 25% വനിതാ OBC SC ST വിഭാഗങ്ങൾക്കുമെന്ന AICC സമവാക്യമാണ് യുവ നേതാക്കളുടെ ആവശ്യം. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനെ നിലക്ക് നിർത്തിയ ഒക്കെ നടന്ന്, പക്ഷെ നടപ്പാക്കാനാണ് പാട്. എന്നാൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് പുനഃസംഘടന എന്ന ചർച്ച നടപ്പാകുമെന്ന പ്രതീക്ഷയാണ് സംഘടനാ തലത്തിലുള്ളത്. സുധാകരനെ മാറ്റമെന്ന ആവശ്യത്തിൽ നിന്ന് മാറി ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ എത്തിയെന്ന് ചില ഭാരവാഹികൾ പറയുന്നു. പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന മുൻ നിലപാടിൽ നിന്ന് സുധാകരനൊപ്പമുള്ളവരും ഇപ്പോൾ കുറച്ച് അയഞ്ഞിട്ടുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഒഴിവുള്ള വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിൽ കൂടാതെ ജനറൽ സെക്രട്ടറിമാരെയും അവരെ സഹായിക്കാൻ സെക്രട്ടറിമാരും എന്ന നിലയിലാണ് പുനഃസംഘടനാ ചർച്ച. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന നിലയിൽ നോമിനേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സെക്രട്ടറിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജുവിന്റെയും നിലപാട്. എന്നാലോ DCC പ്രസിഡന്റ്മാരിൽ ബഹുഭൂരിപക്ഷം പേരെയും മാറ്റണമെന്ന് ഗ്രൂപ്പ് വ്യത്യാസമില്ലാത്ത നേതാക്കൾ പറയുന്നുമുണ്ട്. BJPയിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കും ഇവിടെ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് വലുതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന വൻപൻ ടീംസിനെ പിണക്കാതിരിക്കുക എന്നതാണ് ഇപ്പൊ KPCCയുടെ വൻ ടാസ്ക്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുത്തത് തന്നെ മുതിർന്ന നേതാക്കൾക്ക് ഇഷ്ടമായിട്ടില്ല. എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി സന്ദീപിന് വലിയ പദവി നൽകുന്നതിനോട് തന്നെ അവർക്ക് എതിർപ്പുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉള്ളതുകൊണ്ട് നീട്ടിവെക്കാൻ എളുപ്പമുണ്ട്. എന്നാലും എല്ലാം ചടപടേന്നായിക്കോട്ടെ എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്.